ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു ചീസി ബേബി കോൺ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ബേബി കോൺ എടുത്തിട്ടുണ്ട്, ഒരു 10 എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ബേബി കോൺ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബേബി കോൺ ചേർത്ത് കൊടുക്കാം. അധികം വേവൊന്നുമില്ല ബേബി കോണിന്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് എങ്കിൽ 6 മിനിറ്റ് മതിയാവും വെന്ത് കിട്ടാൻ. പിന്നെ നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ബേബി കോൺ എടുത്ത് മാറ്റാം വെള്ളത്തിൽ നിന്ന്. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് തുടങ്ങി. ഇപ്പോൾ ബേബി കോണെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇത് എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേബി കോൺ വറുത്തെടുക്കാൻ വേണ്ടി ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ബാറ്റർ തയ്യാറാക്കണം. പാകത്തിന് വെള്ളം ചേർത്തിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് പാകത്തിന് ലൂസുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കട്ടയുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം ബാറ്ററിനെ. ഞാൻ വെള്ളം ഇവിടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും ബാറ്റർ. എല്ലാ മിക്സും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബേബി കോണും ഇതിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. അതിന് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ പാകത്തിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത്. ഇനി ഓരോ ബേബി കോണും ഇതിൽ മുക്കിയിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാ ബേബി കോണും ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ആദ്യമായിട്ട് ബേബി കോൺ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. വളരെ ടേസ്റ്റുള്ളൊരു ബേബി കോൺ റെസിപ്പിയാണിത്. കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. സോസിൻ്റെ കൂടെയോ ഇതിൻ്റെ ചീസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാം. ഇത് സ്പൈസി ആയിട്ടുള്ളത്, കുറച്ച് സ്പൈസി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാ സൈഡും ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റാം.
എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. എല്ലാ ബേബി കോണും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ബേബി കോൺ ഫ്രൈ ആണിത്. അതിൻ്റെ മേലെ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടണം. ചൂടോടെ നമ്മൾ ചീസ് അതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ ആ ചീസ് ആ ബേബി കോൺ ഫ്രൈയിൽ നല്ലപോലെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമ്മുടെ ചീസി ബേബി കോൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.